നമസ്കാരം. PSC സ്കോറിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസ് 3ാം സ്റ്റേജിലെ ചോദ്യക്കടലാസിലെ 72/2026 എന്ന ചോദ്യക്കടലാസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: ബ്രിട്ടീഷുകാർ രാജമകൾ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം ഏതാണ്? ബ്രിട്ടീഷുകാർ രാജമകൾ കുന്നിൻ്റെ താഴ്വരയിൽ സന്താളുകളെ അധിവസിപ്പിച്ച പ്രദേശം. ഉത്തരം ദാമിൻ കോഹ് എന്നുള്ളതാണ്. 2. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം സൗമൻ സെൻ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. 3. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം കണ്ണൂർ ആണ് ഉത്തരം. 4. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി. കഴിഞ്ഞ പരീക്ഷയ്ക്കും ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2025 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി EP രാജഗോപാലൻ. EP രാജഗോപാലൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 5. അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ ആര്? അയ്യാവഴി എന്നറിയപ്പെടുന്ന വിശ്വാസ സമ്പ്രദായത്തിൻ്റെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ ആണ്. വൈകുണ്ഠ സ്വാമികൾ എന്നുള്ളതാണ് ശരിയുത്തരം. 6. അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അഭിനവ കേരളം മാസിക പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 7. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി. 1818 കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച മിഷണറി. ഓപ്ഷൻ എ ഡൗസൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശി അച്ചടിശാല. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്വദേശീയ അച്ചടിശാല സെൻറ്റ് ജോസഫ് പ്രസ്. സെൻറ്റ് ജോസഫ് പ്രസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ജലസംഭരണികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സിന്ധു നദീതട നഗരം. ഉത്തരം ധോളവീര. 10. CE 1ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. CE 1ാം നൂറ്റാണ്ടിൽ നാണയങ്ങൾ പുറത്തിറക്കിയ ഇന്ത്യൻ ഗോത്ര റിപ്പബ്ലിക്. ഉത്തരം യൗദേയർ എന്നുള്ളതാണ്. യൗദേയർ. 11. സമ്പൂർണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. സമ്പൂർണമായി സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം. ഉത്തരം B ആണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിൻ്റെ സവിശേഷത ഏതെല്ലാം? ഒന്നാമത്തത് ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ശരിയായിട്ടുള്ള സവിശേഷതയാണ്. ഇതൊരു ഉയർത്തപ്പെട്ട തീരസമതലമാണ്, ആവശ്യമില്ല. മൂന്നാമത്തെ തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു എന്ന് പറയുന്നതും ശരിയായിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 1ഉം 3ഉം ശരിയാണ് എന്നുള്ള D എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. 1ഉം 3ഉം ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. തീരത്തോടടുത്ത് കായലുകൾ കാണപ്പെടുന്നു. 13ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖല. ഇന്ത്യയിലെ 4 പ്രധാന മെട്രോ നഗരങ്ങളായ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ശൃംഖല അറിയപ്പെടുന്ന പേര് സുവർണ ചതുഷ്കോണം എന്നാണ് അറിയപ്പെടുന്നത്. 14. കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 15. ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശം അറിയപ്പെടുന്നത് രാജസ്ഥാൻ ബാഗർ എന്നാണ്. രാജസ്ഥാൻ ബാഗർ എന്നാണിത് അറിയപ്പെടുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം. ശരി ഉത്തരം അഫ്ഗാനിസ്ഥാൻ. ശരി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടാത്ത രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു അലോഹ ധാതു മാഗ്നറ്റൈറ്റ് അല്ല, സിന്നബാർ അല്ല. ശരി ഉത്തരം മൈക്ക. ഒരു അലോഹ ധാതുവിന് ഉദാഹരണം മൈക്കയാണ്. 18ാമത്തെ ചോദ്യം. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്ന പേര് ഭംഗർ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ഭംഗർ എന്നാണ്. 19ാമത്തെ ചോദ്യം. ഉയർന്ന പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല. ഉയർന്ന പർവ്വത ചെരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളായ ബുഗ്യാൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖല. ഉത്തരം ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നുള്ളതാണ് ശരി ഉത്തരം. ഉത്തരാഖണ്ഡ് ഹിമാലയം. അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി. അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണം ആരവല്ലി എന്നുള്ളതാണ്. 21. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ അരുണ ആസഫ് അലി ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക അരുണ ആസഫ് അലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഗദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം. ഗദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം 1913. ഗദ്ദർ പാർട്ടി സ്ഥാപിതമായ വർഷം 1913. 23. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകൾ? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. ഒരുപാട് പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം സുഭാഷ് ചന്ദ്ര ബോസിൻ്റെ വാക്കുകളാണ്. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം ആറ്റിങ്ങൽ കലാപമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 25ാമത്തെ ചോദ്യം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. 26. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം ഓപ്ഷൻ എ മണിപ്പൂർ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം മണിപ്പൂരാണ്. 27. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. 28ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? മഹാത്മാഗാന്ധി ഒരു തവണ മാത്രമാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിട്ടിരുന്നിട്ടുള്ളത്. അത് 1924 കർണാടകത്തിൽ വെച്ച് നടന്ന ബെൽഹാം സമ്മേളനമാണ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനം 1924 കർണാടകത്തിലെ ബെൽഗാം സമ്മേളനം ആണ്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് ഓപ്ഷൻ സി വല്ലഭായ് പട്ടേൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനോട് ലയിപ്പിക്കാൻ പ്രധാന പങ്കുവഹിച്ച നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷൻ എന്ന് പറയുന്നത് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടന കമ്മീഷനാണ് സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായിട്ട് രൂപീകരിച്ച കമ്മീഷൻ. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി രൂപീകൃതമായ കമ്മിറ്റി സ്വരൺ സിംഗ് കമ്മിറ്റി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്നത് ഏത് സംസ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം രാജസ്ഥാൻ. രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. രാജസ്ഥാനിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഈ സംഘടനയാണ് വിവരാവകാശ നിയമം നിലവിൽ വരുന്നതിന് കാരണമായിട്ടുള്ള സംഘടന. അടുത്ത ചോദ്യം അങ്ങനെ തന്നെയാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതെന്നായിരുന്നു അടുത്ത ചോദ്യം. ഉത്തരം 2005 എന്നാണ്.
ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം? ശരിയുത്തരം 2005. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തത് തിരിച്ചറിയുക. ഓപ്ഷൻസ് ഇവയായിരുന്നു: സർക്കാർ പത്രക്കുറിപ്പുകൾ, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ, ഇലക്ട്രോണിക് രൂപത്തിൽ കൈവശം വച്ചിരിക്കുന്ന വിവരങ്ങൾ, ഗവൺമെൻറ് സർക്കുലറുകൾ. ഈ 4മാണ് ഓപ്ഷൻ. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയുത്തരം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ എന്നുള്ളതാണ്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങൾ. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ്. അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജി കാമ. 37ാമത്തെ ചോദ്യമാണ് പറയുന്നത്: ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. ഓപ്ഷൻസ്: കോ വാറന്റോ, മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, പ്രൊഹിബിഷൻ ഇവയായിരുന്നു. ഇവയെല്ലാം റിട്ടുകളാണ്. റിട്ടുകൾ എന്നാണ് ഇവയെല്ലാത്തിനെയും ചേർത്ത് പറയുന്ന റിട്ടുകൾ എന്നാണ്. ഇതിൽ 38ാമത്തെ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്നത് ഈ പറഞ്ഞതിനകത്ത് കോ വാറന്റോ എന്ന റിട്ടാണ്. റിട്ടുകൾ എന്ന ആശയം നാം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്നാണ് നാം റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. അടുത്തത്: ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് BR അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? 86ാം ഭേദഗതി. 86ാം ഭേദഗതിയിലൂടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെ? ഇത് അല്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോകാവുന്നൊരു ചോദ്യമാണ്. ഈ 41ാമതായി ചോദിച്ചിരിക്കുന്ന ചോദ്യം. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇടുക്കി ജില്ലയിൽ മാത്രം എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇടുക്കി ജില്ലയിൽ മാത്രം ഉൾപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ചിന്നാർ വന്യജീവി സങ്കേതം മാത്രമാണ് ഇടുക്കി ജില്ലയിൽ മാത്രമായിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തേതാണ്. അതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ 1 മാത്രം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചിന്നാർ വന്യജീവി സങ്കേതമാണ് ഇടുക്കി ജില്ലയിൽ മാത്രമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ഏതാണ്? കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായത് ആണ് ചോദിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ തൃശ്ശൂർ ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്. അത് തെറ്റായിട്ടുള്ളതാണ്. വയനാട് തമിഴ്നാട് കർണാടക സംസ്ഥാനവുമായിട്ട് അതിർത്തി പങ്കിടുന്നു എന്നുള്ളത് ശരിയാണ്. വയനാട് തമിഴ്നാടും കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്നു എന്നുള്ളത് ശരിയാണ്. വയനാട് കർണാടകയുമായി മാത്രമാണ് അതിർത്തി പങ്കിടുന്നത് എന്നുള്ളത് തെറ്റായിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2 മാത്രം ശരിയാണെന്നുള്ളതാണ് ശരിയുത്തരം. ഇവിടെ ഡി ആയിട്ടുള്ള ഓപ്ഷൻ 4 ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി 2 മാത്രം ശരിയാണ് എന്നുള്ളത്. 43 താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാം? 43 താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകൾ. ഓപ്ഷൻ എ പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. ഭാരതപ്പുഴ കേരളത്തിൽ കൂടി ഒഴുകുന്ന ജില്ലകളാണ് പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. 44 കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല. 45 അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത്. അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ് ശരി. 1 അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത. 1. 2 വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധയായി എന്നുള്ളതാണ്. വോളിബോൾ കായിക ഇനത്തിൽ പ്രസിദ്ധയായി എന്നുള്ളത്.
46-ാമത്തെ ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത്. മൂന്നാമത്തതാണ് ശരിയായിട്ടുള്ളത്. അതായത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. 3 മാത്രം ശരി. 47, ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ഏതാണ്? ഒരു നദിയും നേരിട്ട് വന്നു ചേരാത്ത കേരളത്തിലെ കായൽ ശാസ്താംകോട്ട തടാകം, കൊല്ലം ജില്ല, ശാസ്താംകോട്ട തടാകം. 48, 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് കേരളത്തിലെ ഏത് തുറമുഖത്താണ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്? ഉത്തരം നീണ്ടകര, കൊല്ലം ജില്ല. 1972 ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് കേരളത്തിൽ നടപ്പിലാക്കിയത് നീണ്ടകര തുറമുഖത്തിലാണ്. 49, കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? 1, താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയെ കർണാടകത്തിലെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു എന്നുള്ളത്, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്, ഒന്നാമത്തേത്. 2, നാടുകാണി ചുരം നിലമ്പൂർ ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് നീങ്ങുന്ന പാതയാണ്, അതും ശരിയായിട്ടുള്ളതാണ്. 3, കമ്പം ചുരം തൊടുപുഴ കട്ടപ്പന നെടുങ്കണ്ടം പ്രദേശങ്ങളെ തമിഴ്നാട്ടിലെ കമ്പം മധുര പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു, മൂന്നാമത്തതും ശരിയായിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമായി വരുന്നത്. 50, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ ഡാമുകൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. 51, വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിൻ്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ടയുടെ പേര്? വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിൻ്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ആഭ്യന്തര വകുപ്പും കേരള പോലീസും ആരംഭിച്ച ലഹരി വേട്ടയുടെ പേരാണ് ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട്. ഒത്തിരി പരീക്ഷകളിൽ, കഴിഞ്ഞ പരീക്ഷകളിൽ, ഒരുപാട് പരീക്ഷകളിൽ ഇത് ചോദിക്കുന്നുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്നുള്ളതാണ് ശരിയുത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. 52, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ പേര്? പൊയ്കയിൽ കുമാരഗുരുദേവന് ആരംഭിച്ച ആത്മീയ പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരംഭിച്ചത് പൊയ്കയിൽ കുമാരഗുരുദേവൻ. 53-ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഒത്തിരി പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്, എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നവോത്ഥാന ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് എല്ലാം തന്നെ ആവർത്തന ചോദ്യങ്ങളാണ്. കേരളത്തിൽ ആദ്യമായി പണിമുടക്ക് സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ബ്രഹ്മാനന്ദ ശിവയോഗി. വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 55, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന? താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന ആപ്തവാക്യം നൽകിയത് നാരായണ ഗുരു, ശരിയാണ്. മതപരിവർത്തന രസവാദം എന്ന കൃതിയുടെ കർത്താവ്, അത് നാരായണ ഗുരുവിൻ്റെ രചനയല്ല. മൂന്നാമത്തത് കാവുപാട്ട് എന്ന ചടങ്ങ് പരിഷ്കരിച്ചു, ശരിയായിട്ടുള്ളതാണ്. 4, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി, അതും ശരിയാണ്. 1888 അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1, 3, 4 ഇവ ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഈ 55-ന്റെ ശരിയുത്തരം. 56, കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന ഏതാണ്? ഓപ്ഷൻ എ, സഹോദര പ്രസ്ഥാനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിൽ ആദ്യത്തെ മിശ്രഭോജന സംരംഭമായി ആരംഭിച്ച സാമൂഹ്യ സംഘടന സഹോദര പ്രസ്ഥാനം. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. 57, 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം? 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയ രാജ്യം അസർബൈജാനാണ് ആതിഥേയ രാജ്യം. 58, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് നടത്തിയ കാൽനട സമര പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? നേതൃത്വം നൽകിയത് എ കെ ഗോപാലനാണ് നേതൃത്വം നൽകിയത്. എ കെ ഗോപാലൻ.
മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒന്നാമത്തത് വാഗൺ ട്രാജഡി, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭം, ശരിയാണ്. കലാപത്തെ അടിച്ചമർത്താൻ മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചു, ശരിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നടന്ന കലാപം, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായി വരുന്നത്. നെക്സ്റ്റ്, പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന ഏതാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സമുദായ സംഘടന വാല സമുദായ പരിഷ്കരണ സഭ. വാല സമുദായ പരിഷ്കരണ സഭയാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചത്. പണ്ഡിറ്റ് കറുപ്പൻ 1885 ജനിക്കുന്നത്. 1938 പണ്ഡിറ്റ് കറുപ്പൻ മരിച്ചത്. അനുബന്ധ വിവരങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ മാത്രമാണ് സംസാരിച്ചു പോകുന്നത്. 61ാമത്തെ ചോദ്യം, നാവികരുടെ പ്ലേഗ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? നാവികരുടെ പ്ലേഗ് ഉണ്ടാകുന്നതിന് കാരണം ജീവകം സി ആണ്. ജീവകം സി, ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്തത്, പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് H5N1, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പക്ഷിപ്പനിക്ക് കാരണമാകുന്നത് H5N1 ആണ് പക്ഷിപ്പനിക്ക് കാരണം. ഷിക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളത്? ഷിക്ക് ടെസ്റ്റ് ഏത് രോഗത്തിൻ്റെ നിർണയത്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഡിഫ്തീരിയ എന്നുള്ളതാണ്. ഡിഫ്തീരിയ. 64, ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ശരി ഉത്തരം വെണ്ട. ആനക്കൊമ്പൻ ഏത് കാർഷിക വിളയുടെ ഇനമാണ്? ഉത്തരം വെണ്ട. കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചത് ഭാഗ്യലക്ഷ്മി ഏത് വിളയുടെ ഇനമാണെന്നാണ് കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചത്. ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നത് പയർ എന്നാണ് നമ്മൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ആനക്കൊമ്പൻ എന്ന് പറയുന്നത് വെണ്ടയാണ്. ആനക്കൊമ്പൻ എന്ന് പറയുന്നത് വെണ്ടയാണ്, വെണ്ട. അശ്വമേധം പദ്ധതിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? അശ്വമേധം പദ്ധതിയിലെ ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. സിംഹവാലൻ കുരങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ദേശീയ ഉദ്യാനം, ശരി ഉത്തരം സൈലന്റ് വാലി. 1984 സൈലന്റ് വാലി നാഷണൽ പാർക്ക് ആയത്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സസ്യശാസ്ത്ര ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്ത. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം? സൈലന്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ DDT ആണ്. DDT. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ലിംബ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് ഏതാണ്? ലിംബ് വ്യവസ്ഥയെക്കുറിച്ച് ശരിയല്ലാത്തത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. വലിയ പ്രോട്ടീൻ തന്മാത്രകൾ കാണപ്പെടുന്നു. DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായ നൈട്രജൻ ബേസ് ഏതാണ്? DNA-യിൽ ഉള്ളതും RNA-യിൽ ഇല്ലാത്തതുമായിട്ടുള്ള നൈട്രജൻ ബേസ് തൈമിൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് ഏത് ഊഷ്മാവിലാണ്? ശുദ്ധജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസ്. ഒരാറ്റത്തിൻ്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ എത്ര? ശരിയുത്തരം 18. ഒരാറ്റത്തിൻ്റെ മൂന്നാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 18 ആണ്. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം? ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കാത്ത ഘടകം ചോദിക്കുകയാണെങ്കിൽ വസ്തുവിൻ്റെ നിറം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. വസ്തുവിൻ്റെ നിറം. പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിഫലന കോണും തുല്യമാകുന്നത് എപ്പോൾ? പ്രകാശം ഒരു പ്രതലത്തിൽ പതിക്കുമ്പോൾ പതനകോണും പ്രതിഫലന കോണും തുല്യമാകുന്നത് ഓപ്ഷൻ എ എപ്പോഴും തുല്യമാണ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. എപ്പോഴും തുല്യമാണ്. 75ാമത്തെ ചോദ്യം, ഒരു കലോറി എത്ര ജൂൾ ആണ്? ഒരു കലോറി എന്ന് പറയുന്നത് എത്ര ജൂൾ ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 4.2 ജൂൾ. 76, പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഏത്? പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവ് ഓപ്ഷൻ ബി ആണ്, ഊർജം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റുള്ള അളവാണ് ഊർജം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് കൊബാൾട്ട് 60. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് കൊബാൾട്ട് 60 ആണ്. അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഏതാണ്?
അടിസ്ഥാന യൂണിറ്റുകളായ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നിവ ഉപയോഗിച്ച് പവറിൻ്റെ യൂണിറ്റ് എഴുതിയാൽ ശരിയായത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരമായി വരുന്നത്. 79. ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ധാതുക്കളെയും അയിരുകളെയും സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. 80. സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഏതാണ്? സിങ്ക് ലോഹവും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ പുറത്തേക്ക് വരുന്ന വാതകം ഹൈഡ്രജനാണ്, ഹൈഡ്രജൻ. ഇനി മാത്സ് ചോദ്യങ്ങളാണ്. ചോദ്യവും ഉത്തരവും വായിക്കാം. 81ാമത്തെ ചോദ്യം. 81ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബി. 82ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 82ൻ്റെ ഉത്തരം സി ആണ്. 83ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി. 83ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 84ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി. 84ൻ്റെ ഉത്തരവും ഓപ്ഷൻ സി. 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 85ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 86ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ. 86ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 87ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി 65 എന്നുള്ളതാണ്. ഓപ്ഷൻ സി 65. 88ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 128. 88ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 128. 89 ഓപ്ഷൻ ഡി 110. 89ൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 110. 90ൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 120 എന്നുള്ളതാണ്. 90ൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 120. 91ൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 70 ആണ്. 91ൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി 70 എന്നുള്ളതാണ് 91ൻ്റെ ശരിയുത്തരം. 92ൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി. 93ൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ 60. 94ൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി 42 എന്നുള്ളതാണ്. ഓപ്ഷൻ സി 42. 95ൻ്റെ ശരിയുത്തരം ഓപ്ഷൻ ഡി 500. ഓപ്ഷൻ ഡി 500 ആണ്. 95. 96ൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി 730. 96 ഓപ്ഷൻ സി 730. 97ൻ്റെ ശരിയുത്തരം ഓപ്ഷൻ സി 5. 97 ഓപ്ഷൻ സി 5. 98 ഓപ്ഷൻ സി 66. 98ൻ്റെ ഉത്തരം ഓപ്ഷൻ സി 66. 99ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 42 എന്നുള്ളതാണ്. 99 ഓപ്ഷൻ ബി 42. 100 ഓപ്ഷൻ സി 120. 100ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 120. ഇത്രയുമാണ് ഈ പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഈ ചോദ്യക്കടലാസിൽ ഉൾപ്പെട്ട് വരുന്ന വിവരങ്ങൾ. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.